ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു വലിയൊരു നടിയുടെ വീട്ടിലാണ്, മഹാനടിയുടെ വീട്ടിലാണ്. യേസ്, ഇതാണ് മഹാനായിക. ഹലോ, നമസ്കാരം. ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഓണം എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ആൾക്കാരുടെ വീട്ടിൽ പോവുക, അവർക്കൊരു സർപ്രൈസ് കൊടുക്കുക എന്നാണല്ലോ. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങനെ ശീലാമ്മയുടെ വീട്ടിൽ, വീടെന്നല്ല ഒരു കൊട്ടാരം പോലെ, ഫർണിച്ചർ ആയിക്കോട്ടെ, ഇവിടുത്തെ ഓരോ സാധനങ്ങളായിക്കോട്ടെ, നല്ല രസമുണ്ടല്ലോ. മാം, ആദ്യം തന്നെ ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിം മാമും ഇന്ദിരാഗാന്ധി മാമും കൂടെ ഇരിക്കുന്നത്. ഇത് എപ്പോ വെച്ചെടുത്ത ഫോട്ടോയാ? ഇത് കൊറേ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫോട്ടോ ആണ്. അത് അഗ്നിപുത്രി എന്നൊരു പടത്തിന്റെ അവാർഡിന് വേണ്ടി അവിടെ പോയപ്പോ ഡൽഹിയിൽ വെച്ച് ഉള്ള ഒരു ഫോട്ടോ ആണ്. ഇത് മാമിനെ കിട്ടിയ ഒരുപാട് അവാർഡും കാര്യങ്ങളും അല്ലേ? ഗവൺമെന്റിന്റെ ഇറക്കിയ തിരശീല. ഇത് ഞാൻ എഴുതിയ കഥ. ഇതൊക്കെ 10ാമത്തെ ചെക്ക്. ഒരു നോവലും 3 കഥകളും. ഇത് വന്ന് കേരള അവാർഡാണ്. കേരള സ്റ്റേറ്റ് അവാർഡ്, കേരള സ്റ്റേറ്റ് അവാർഡ്, കേരള സ്റ്റേറ്റ് അവാർഡ്. അത് ഡാനിയൽ അവാർഡ്. ഇതാണ് ചെമ്മീൻ്റെ അവാർഡ്. ഈ ചെമ്മീനിന് അത് ഞാൻ വരച്ച ഒരു പടമാണ്. അതാണ് അത്. ഇത് വരച്ചിട്ട് 35 കൊല്ലങ്ങളായി. വരച്ചതാണത്. ഈ ഐഡിയാസ് ഒക്കെ എങ്ങനെയാ? ഈ സോഫ ലൈക്ക് ഒരു കൊട്ടാരത്തിലൊക്കെ എങ്ങനെയാ? സാധാരണ എല്ലാം ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സോഫ ആണല്ലോ എല്ലാവരും വീട്ടിലുള്ളത്. അപ്പൊ എനിക്ക് കുറച്ച് പഴയതൊക്കെ ആയിട്ടുള്ള ഒരു ഇത് വേണമെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഓണപ്പൂരം 2026. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു വലിയൊരു നടിയുടെ വീട്ടിലാണ്, മഹാനടിയുടെ വീട്ടിലാണ്. ആദ്യമായിട്ടാണ് ആ വലിയ നടിയുടെ വീട് ഞാൻ ആദ്യമായിട്ട് കാണാൻ പോവുകയാണ്. അത് ചെന്നൈയിൽ തന്നെയാണ്. ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഓണപ്പൂരം മൊത്തം ചെന്നൈ വൈബാണ്. ഓക്കെ, നമ്മുടെ ഇവരുടെയും മലയാളികളുടെ ഏറെ പ്രിയങ്കരിയായ ഒരു നായികയാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ ഞാൻ പേര് പറയുന്നില്ല. അപ്പൊ ഞാൻ തുറന്ന് തന്നെ നമുക്ക് അകത്തേക്ക് കയറി പോയിട്ട് ആ നായികനെ കാണാം. ഓക്കെ, യേസ്, ഇതാണ് മഹാനായിക. ഹലോ, നമസ്കാരം. ഞാൻ പേര് പറഞ്ഞില്ല, പക്ഷെ ഞാൻ പറഞ്ഞു ഒരു മഹാനടിയുടെ വീട്ടിലാണ് ഞാൻ എത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞു. അതെ, 2ാമത്തെ പ്രാവശ്യമാണ് കാണുന്നത്. മൈക്ക് വെച്ചോളൂ, ഞാൻ മൈക്ക് വെച്ചുതരാം. ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടപ്പം ഷീലാസ് കാസിൽ എന്നൊക്കെ എഴുതി വെച്ച് നല്ല അടിപൊളി ഗംഭീര ലുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. യെസ് മാം, ഇതാണ് മാമിന്റെ വീടല്ലേ? ആദ്യമായിട്ടല്ലേ മലയാള ചാനല് കാണുന്നത്? മാമിന്റെ വീടിന്റെ അല്ലേ? ആദ്യമായിട്ട് ശീലാമ്മയുടെ വീട്ടിലാണ് നമ്മൾ ഓണമായിട്ട്. അയ്യോ, ഇതിപ്പോ എന്ത് ഭാഗ്യമാണ് വേണ്ടത്. ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഓണം എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ആൾക്കാരുടെ വീട്ടിൽ പോവുക, അവർക്കൊരു സർപ്രൈസ് കൊടുക്കുക എന്നാണല്ലോ. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങനെ ശീലാമ്മയുടെ വീട്ടിൽ, ഇത് വീടെന്നല്ല ഒരു കൊട്ടാരം പോലെ, ഫർണിച്ചർ ആയിക്കോട്ടെ, ഇവിടുത്തെ ഓരോ സാധനങ്ങളായിക്കോട്ടെ, നല്ല രസമുണ്ടല്ലോ. സാധാരണ ഇപ്പോൾ ആർട്ടിസ്റ്റിന്റെ വീടുകളൊക്കെ നോക്കുമ്പോ എന്റെ വീട് ഒന്നുമില്ല, ഒരു സാധാരണ വീട്. ഞങ്ങൾ ഒരുപാട് ഹോം ടൂർസ് എടുത്തിട്ടുണ്ട്, പക്ഷെ ഒരുപാട് കാണാത്ത ഒരുപാട് ഐറ്റംസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ആക്ടേഴ്സിന്റെയും ആക്ട്രസസിന്റെ ഒക്കെ വീട് കാണാൻ പോകാറുണ്ട്. നമുക്ക് സ്ഥിരം ഇങ്ങനത്തെ ഒരു പണിയുണ്ട്. മാം, അപ്പൊ ഈ സൈഡ് തൊട്ട് അങ്ങ് തുടങ്ങാം. ഇത് മാമിനെ കിട്ടിയ ഒരുപാട് അവാർഡും കാര്യങ്ങളും അല്ലേ? അപ്പൊ ഓരോ അവാർഡും നമുക്ക് പ്രേക്ഷകരോട് പറഞ്ഞു കൊടുത്തങ്ങ് പോയാലോ? മാം, ആദ്യം തന്നെ ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിം മാമും ഇന്ദിരാഗാന്ധി മാമും കൂടെ ഇരിക്കുന്നത്. ഇത് എപ്പോ വെച്ചെടുത്ത ഫോട്ടോയാ? ഇത് കൊറേ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫോട്ടോ ആണ്.
അത് അഗ്നിപുത്രി എന്നൊരു പടത്തിന്റെ അവാർഡിന് വേണ്ടി അവിടെ പോയപ്പോ ഡൽഹിയിൽ വെച്ച് ഉള്ള ഒരു ഫോട്ടോ ആണ് ഞാൻ ഇന്ദിരാഗാന്ധിയും. ഹലോ, ഓക്കെ, നമസ്കാരം. ഒരു സർപ്രൈസ് ഗസ്റ്റും കൂടെ, ഒരു സർപ്രൈസ് ഗസ്റ്റ്. സർപ്രൈസ് ഗസ്റ്റ്. ഞങ്ങളൊന്ന് ഹോം ടൂർ മലയാളി പ്രേക്ഷകർക്ക് ഓണമല്ലേ, അപ്പൊ ഷീലാമ്മയുടെ ഹോം ടൂർ ഒന്ന് കാണിക്കും. അപ്പൊ ഈ ഫോട്ടോന്ന് വെച്ചൊക്കെ ഞങ്ങൾ തുടങ്ങുമായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിട്ടിരിക്കുന്നു. ഓക്കെ, മലയാളം മനസ്സിലാവില്ലേ? വീട്ടിൽ ഞങ്ങൾ മലയാളം സംസാരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ അഗ്നിപുത്രി അത് പറഞ്ഞല്ലോ, ഏതാണ് ഇന്ദിരാഗാന്ധിയുടെ പറഞ്ഞു. പിന്നെ അടുത്തത് ഇതാ ചന്ദ്രമുഖി എന്നൊരു പടം. ഞാൻ എത്രയോ പടങ്ങളിൽ വന്ന് ഞാൻ അഭിനയിച്ചു. ഈ തമിഴ് നാട്ടില് ചന്ദ്രമുഖിയിൽ അടിച്ചോണ്ട് തന്നെ എന്റെ ഫ്രീഡം എല്ലാം പോയി. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വേറെ റോട്ടിലൊക്കെ നടന്നാലും ആർക്കും എന്നെ അറിയില്ല. ഇപ്പൊ വന്ന് ഈ ചന്ദ്രമുഖി എന്നെ കുഴച്ചിരിക്കാണ്, പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഗവൺമെന്റിന്റെ ഇറക്കിയ തിരശീല. ഇത് ഞാൻ എഴുതിയ കഥ. ഇതൊക്കെ 10ാമത്തെ ചെക്ക്. ഒരു നോവലും 3 കഥകളും. പിന്നെ APJ അബ്ദുൽ കലാം സാറിന്റെ അടുത്തുള്ള അല്ലേ? പിന്നെ അടുത്തത് അബ്ദുൽ കലാം. അത് അകലേന്ന് ഒരു പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി അവിടെ പോയപ്പോ അവിടെ നിന്ന് എടുത്തത് ഒരു ഇത് മൊമെന്റാണോ? ഇതും ഒരു അവാർഡാണ്. വന്നൊരു ഇപ്പൊ വന്ന് വീടിന്റെ അവാർഡുകള് മുഴുവൻ അവാർഡുകള്. പണ്ട് അവാർഡ് കിട്ടുമ്പോഴേ 2 ആനകൾ എങ്ങനെ നിൽക്കും. പിന്നെ ആന കൊമ്പ് ഇങ്ങനെ ഉണ്ടാവും. മോന്റെ മക്കള് കളിക്കാനായിട്ട് ഈ 2 ആനകൾ എടുത്ത് കളിക്കാൻ കൊടുക്കും. വേറെ എന്ത് ചെയ്യാൻ ഇവിടെ കൊണ്ട് വെക്കാനാ ഇതെല്ലാം കൂടി. അങ്ങനെ ഇത് കീ സ്റ്റാൻഡ് ആയി കേട്ടോ. ഇത് അവാർഡ് എനിക്കെന്നെ ഓർമ്മയില്ല. എന്തൊക്കെയോ അവാർഡുകളാണ് ഇതൊക്കെ. ഈ അവാർഡിനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇരുന്നോണ്ട് പറയാം. അത് ഒരു വലിയൊരു കഥയാണ്. പിന്നെ പറയാം. ഇത് വന്ന് അവാർഡാണ്. കേരള സ്റ്റേറ്റ് അവാർഡ്. കേരള സ്റ്റേറ്റ് അവാർഡ്. അത് ഡാനിയൽ അവാർഡ്. ഏറ്റവും കൂടുതൽ കേരള സ്റ്റേറ്റ് അവാർഡ്. അത് 4-5 പ്രാവശ്യം ഉണ്ടെന്ന് അതെ അതെ, ഏറ്റവും കൂടുതൽ അവാർഡിന്റെ എണ്ണം അല്ലെങ്കിൽ അവാർഡിന്റെ ഓർമ്മ ചോദിച്ചിട്ടുള്ള ഒരുപാടുണ്ട്. കാരണം ഇവിടെ കുറെ അവാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അവാർഡ് എന്ന് വെച്ചാൽ ഏതായിരിക്കും? ഏറ്റവും സ്പെഷ്യൽ ഒരുപാട് അവാർഡ്സ് മാമിന് കിട്ടിയിട്ടില്ല. ഒരു വലിയ സ്പെഷ്യൽ ആയിട്ട് ഒന്നും ഞാൻ കാണാം. എല്ലാം സ്പെഷ്യലാണ് എനിക്ക്. എല്ലാം 2 കണ്ണിൽ ഏതാണ് നല്ല കണ്ണെന്ന് പറയാനൊക്കോ ഇല്ല. എനിക്ക് എല്ലാ അവാർഡും വളരെ ചെറിയ അവാർഡ് പോലെ എനിക്ക് വളരെ സ്പെഷ്യലാണ്. പക്ഷെ എനിക്ക് എന്നെ ഓർമ്മയില്ല. എന്തൊക്കെയോ അവാർഡുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. അതൊരു ഫോട്ടോ. നമ്മുടെ മലയാളത്തിലെ എല്ലാ പ്രിയ താങ്കളോടുള്ള ഒരു ഫോട്ടോ ആണ്. ഇതില് ശീലാമ്മ നടുക്കരുത്. എനിക്കൊന്ന് മഴവില്ലിന്റെ അവാർഡ് ഷോയാന്ന് തോന്നണല്ലേ? മഴവില്ലല്ല, വനിതയുടെ അവാർഡില്. ഓക്കെ, റീസെന്റ് കൊറേ അവാർഡ്സ് ഉണ്ട് ഇവിടെ. മൊത്തം ഇങ്ങനെ അവാർഡ്സ് മയങ്ങളാണ്. ചെമ്മീന്റെ അവാർഡ്. ഈ ചെമ്മീനിലെ ഈ അവാർഡ് ഇത് അത് സ്റ്റേറ്റ് അവാർഡ് അല്ലേ? ചെമ്മീന്റെ അവാർഡാണ്. തുടക്കാലത്ത് ഇതായിരുന്നു അല്ലേ? എല്ലാം പോയി. ഓക്കെ, ഇതാണ് ചെമ്മീന്റെ അവാർഡ്. യെസ്, അത് വന്ന് എന്തോ സത്യജിത്രേ അവാർഡ്. ഒരുപാട് അതൊക്കെ ഇത് ഫിലിംഫെയർ അവാർഡ്. ഫിലിംഫെയർ അവാർഡ്സ് ആണ്. അത് 5 എണ്ണം മേടിക്കുമ്പോ 5 എണ്ണം മേടിച്ച ഒരു അവാർഡ് തനിച്ച് കൊടുക്കും. 5 പ്രാവശ്യം നമ്മൾ ഒരുമിച്ച് മേടിച്ചാൽ പിന്നെ നമുക്ക് ഒരു അവാർഡ് തരും. അതാണ് അവാർഡ്. അങ്ങനെ 5 എണ്ണം അടുപ്പിച്ച് അല്ലേ ശീലാമ്മ മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 2 പ്രാവശ്യം പിന്നെയും മേടിച്ചു. കൊള്ളാം. അവാർഡിന്റെ കഥകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും ഞാനും തീരത്തില്ല. കാരണം അതിന് മാത്രം അവാർഡുകളാണ് ശീലാമ്മ സ്വന്തമാക്കിയേക്കുന്നത്. വീഡിയോ ഒക്കെ ആണ് അവാർഡ് ഇത്. പിന്നെ വേറെ എന്തൊക്കെയോ തമിഴ്നാട് അവാർഡ് കിട്ടിയിട്ടുണ്ടോ? തമിഴ്നാട് അവാർഡൊക്കെ വരുന്ന വഴിക്കൊക്കെ കണ്ടില്ലേ കുറെ എണ്ണം. സ്റ്റെപ്പിന്റെ എവിടെയോ തമിഴ്നാടിന്റെ അവാർഡുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും മാമണി അത് ഇതെന്ന് പറഞ്ഞിട്ട് കുറെ അവാർഡുകളൊക്കെ. ഓക്കെ, ഇത് ഒരു ഡ്രോ അല്ലേ? അതെ. എന്റെ ഏറ്റവും വലിയ അവാർഡ് ഞാൻ പറയട്ടെ. മോനെ
ഇങ്ങോട്ട് വാ. അതെ, എന്റെ ജീവിതത്തിലെ എന്റെ ഏറ്റവും വലിയ അവാർഡ് അതെ. ഇതാണ്. എന്റെ വലിയ അവാർഡ് വലിയ അവാർഡ്. ഇതാണ്. എന്റെ മോനാണ് എനിക്ക് കിട്ടിയ ലോകത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണ്. ഓക്കെ, മോന്റെ ഏറ്റവും വലിയ അവാർഡ് ഇതാണോ? അമ്മയാണ് ഏറ്റവും വലിയ അവാർഡ്. ഓക്കെ, ഈ വീടിന്റെ എല്ലാ പക്ക ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം അമ്മയല്ല നോക്കുന്നേ മോന്റെ? യാ, അത് ഈ വീടിന്റെ ഈ ഒരു ഫ്ലോർ നോക്കുമ്പോ തന്നെ അറിയാം ഇവിടെ അത് താമസിക്കുന്നത്. ഞാൻ വരച്ച ഒരു പടമാണ്. ഇത് കണ്ടല്ലേ, അതാണ്. അത് ഇത് വരച്ചിട്ട് 35 കൊല്ലങ്ങളായി. ബിഫോർ വരച്ചതാണത്. ഓക്കെ, അതെ, അത് ഫ്രെയിം ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ ഐഡിയാസ് ഒക്കെ എങ്ങനെയാ? ഈ സോഫ ലൈക്ക് ഒരു സോഫയിലൊക്കെ എങ്ങനെയാ കൊട്ടാരത്തിൽ വെച്ചാൽ സാധാരണ എല്ലാം ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സോഫ ആണല്ലോ എല്ലാവരും വീട്ടിലുള്ളത്. അപ്പൊ എനിക്ക് കുറച്ച് പഴയതൊക്കെ ആയിട്ടുള്ള ഒരു ഇത് വേണമെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഇതുണ്ടാക്കി പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ് ഇതൊക്കെ. ഇതൊക്കെ മേടിക്കുന്ന അവാർഡല്ല കേട്ടോ. അല്ലല്ല, അവാർഡല്ല, മനസ്സിലായി. ഇതൊക്കെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും പാനിപ്പെട്ടുന്ന ഒരു സ്ഥലമുണ്ട് നോർത്ത് ഇന്ത്യയില്. നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് ഇതൊക്കെ മേടിച്ചേക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ മേടിച്ചതാ. ഇത് ആരാന്നറിയോ? താര. അതായത് കുബേരൻ എന്നൊരു അറിയില്ലേ? കുബേരൻ എന്നൊരു ദൈവം ഇങ്ങനെ ഭാര്യയാണ് താര. ആ അവാർഡാണിത്. രണ്ട് അവിടെ ഉണ്ടല്ലോ, രണ്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഇതോ, ഇതെവിടെ കളക്ട് അവാർഡൊന്നല്ല, അറിയാം. അവാർഡല്ലാതെ ഞാൻ ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ്. അതുപോലെ ഈ ഇടയ്ക്ക് ഒരു ഇതുപോലെ നിങ്ങളെ പോലെ ഒരാൾ വന്ന് അതുപോലെ ഒരെണ്ണം ഇവിടെ ഉണ്ടായിരുന്നു, അത് പൊട്ടിച്ചു കളഞ്ഞു. ഞങ്ങൾ പൊട്ടിക്കില്ല, പേടിക്കേ വേണ്ട. ഓക്കെ, ഇവിടെയൊക്കെ ഒരു ആന്റിക് കളക്ഷൻ പീസ് പോലെയായിരുന്നു. നമ്മൾ പണ്ടത്തെ സ്റ്റോറി ബുക്ക് കാണില്ല, അതാണ് ഈ സ്റ്റോറി ബുക്കിലൊക്കെ വായിക്കാൻ നേരത്ത് അല്ലെങ്കിൽ കാർട്ടൂൺസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഹോളാണ്. ഇതിന്റെ ഓരോ ഫ്രെയിംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റാച്യൂസ് ആയിക്കോട്ടെ, നല്ല അടിപൊളിയാണ് ഹോള് കാണാനായിട്ട്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ടച്ചിലുള്ള ഹോള് അപൂർവമാണ് കാണുന്നത് തന്നെ. ഇപ്പൊ എല്ലാരും ന്യൂജൻ സ്റ്റൈലല്ലേ. ഇത് എവിടുന്ന്? ഇത് ഞാൻ ഭയങ്കര പറയില്ലേ, നമ്മുടെ കമ്മല് അതാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ്. അതെ, ഇത് നല്ല എക്സ്പെൻസീവ് ആയിക്കണല്ലോ. വളരെ എക്സ്പെൻസീവ്. കാണുമ്പോ തന്നെ മനസ്സിലാവും. വളയൊക്കെ ഉണ്ടാക്കില്ലേ? എന്താ ജെയ്ഡ്. യെസ്, ജെയ്ഡും കൊണ്ട് ഉണ്ടാക്കിയ വലിയൊരു സംഭവം ഉണ്ട്. ആൻഡ് ഇവിടെ സോ മെനി ബ്ലാക്ക് ലേഡീസ് ഉണ്ടല്ലോ. അതെന്താ അവാർഡ്സ് മാം? അയ്യോ, അതൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അതിലൊക്കെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടല്ലോ, എനിക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇവിടെയും ഒരുപാട് അവാർഡ്സും കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഹോളിലേക്ക് നോക്കുമ്പോ നമുക്ക് എല്ലാ സൈഡും നോക്കുമ്പോ ഷീലാമ്മയ്ക്ക് കിട്ടിയ അവാർഡും കാര്യങ്ങളാണ്. അംഗീകാരത്തിന്റെ എന്താ പറയാ, ഒരു പെരുമഴക്കാലമാണ് ഈ ഹോളിൽ മൊത്തം കാണാനുള്ളത്. കാരണം ഏത് കോർണറിൽ നോക്കിയാലും ഷീലാമ്മയ്ക്ക് കിട്ടിയ അവാർഡ്സിന്റെ എന്തെങ്കിലും ഒരു സാന്നിധ്യം ഉണ്ട്. അപ്പൊ ഇനി നേരെ ഇങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴാണ് ഡൈനിങ് ഏരിയ. ഞാൻ തന്നെ പരിചയപ്പെടുത്തണോ മാം? ഡൈനിങ് ഒക്കെ ചുമ്മാ നിങ്ങൾ എടുത്തോ മതിയോ? ഓക്കെ, ജോയിൻ ചെയ്യുന്നോ? മോൻ ജോയിൻ ചെയ്യുന്നോ? ഇത് ഡൈനിങ് ഇവിടെ അല്ല, ഞങ്ങള് ഡൈനിങ് ചുമ്മാ പേരിന് എവിടെയാ. ഡൈനിങ് ഒക്കെ മോനും ഞങ്ങളെല്ലാം കൂടി മുകളില് ചുമ്മാ ഞങ്ങള് വല്ലതൊക്കെ ചായ കഴിക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. ഇതിലും ആയാലും ഇതിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലം ഇതാണ്. ഇതാണ് പ്രാർത്ഥന. യെസ്, അത് ഭയങ്കര ഡെക്കർ ചെയ്ത യേശുവിനെയും മാതാവിനെയും വേളാങ്കണ്ണി മാതാവ്, ഉണ്ണീശു ഉണ്ട്, എല്ലാ ദൈവങ്ങൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് എത്ര കൊല്ലായി ഈ വീട് മാം പണിതിട്ട്? ഇപ്പൊ 10 കൊല്ലായി. 10 കൊല്ലം. യെസ്, 10 years. 10 കൊല്ലായി. മോന് എന്തോ ഒരു ഡൗട്ട് ഉണ്ടല്ലോ. മോന് ഡൗട്ട് ഉണ്ടല്ലോ. 10 കൊല്ലം. 10 ഉടച്ചു കെട്ടവർക്ക് 12 കൊല്ലായി കാണാൻ. SMBR 12 കൊല്ലായി. 12 കൊല്ലായി മാം ഇവിടെ തന്നെ. ഇതിന്റെ മുന്നേ മാം എവിടെയാ? അടുത്ത് തന്നെയായിരുന്നു. ഇനിയൊരു വീടുണ്ട്. അടുത്ത് തന്നെ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അത് ഞങ്ങൾ വാടകയ്ക്ക് കിട്ടും. ഓക്കെ. ഇവിടെ അപ്പം മോനും എല്ലാരും ഇവിടെ തന്നെ എല്ലാം കൂടി ഒരുമിച്ചാണ്. ഓക്കെ. ഓടിയില്ലേ ഒരു പെണ്ണ്, കൊച്ചു കൊച്ചുമോളാ. ശ്രദ്ധിക്കാൻ പറ്റിയില്ല ശരിക്കും. ഓക്കെ, അപ്പൊ ഇതൊരു ഡൈനിങ് സ്പേസ് അല്ലേ? ഇത് പണ്ടത്തെ ഷീലാമ്മയുടെ പിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ദൈവത്തിന്റെ ഇതുണ്ട്. മാം ഇരുന്നോ, ഞാൻ പരിചയപ്പെടുത്തിക്കോളാം. ഇതേ ആ ഫോട്ടോ ഒന്ന് നോക്കിയോ, ആ ഫോട്ടോ ഒന്ന് എടുക്ക്.
ഈ ഫോട്ടോ എടുക്കാൻ? അതെന്താന്നറിയോ? ആ അതായത് ഇത് ഫോട്ടോ എടുത്ത് ഞാൻ വെച്ചിരിക്കാണ്, ആ സൂക്ഷിച്ചു വെച്ചിരിക്കാണ്. ഇതൊന്ന് ഓഫ് ചെയ്തേക്ക്, ഓണിൽ തന്നെ ഇരിക്കാം. അതെന്താ വെച്ചാൽ ഇപ്പൊ സപ്പോസ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ കൊണ്ട് പുറകെ വെക്കും, അങ്ങനെയുള്ളൊരു ഫോട്ടോ. അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഫോട്ടോ ഇപ്പോഴേ എടുത്ത് വെച്ചിരിക്കാം ഞാൻ. അത് വല്ലാത്തൊരു മെമ്മറി ആയിപ്പോ. ഞാനോർത്ത് വേറെ എന്തൊക്കെയോ കഥകൾ ഇതിന് പറയാനുണ്ടാവുന്ന. ഓക്കെ, ഇത് ശീലാമ്മ വരച്ചാണോ? അത് ഞാൻ വരച്ചത്. ഓക്കെ, എല്ലാം ഇവിടുത്തെ ശീലാമ്മ നല്ല ചിത്രകാരിയായിരുന്നു. ഇപ്പൊ വരയ്ക്കാനൊക്കെ സമയം കിട്ടാറുണ്ടോ? ഇപ്പോഴല്ലേ സമയം കിട്ടിയിരിക്കുന്നത്, ഇപ്പോഴല്ലേ സമയമുള്ളത്. അതെ, ഇപ്പം ഇതാണ് ഡൈനിങ്, എല്ലാം ഓപ്പൺ ആയിട്ട്. ഇനി ഓൺ ടൂർ മതി, ഇനി വല്ലതും സംസാരിക്കും. ഓൺ ടൂറിന്റെ വലിയൊരു ഇതെന്താ നിങ്ങളുടെ നടികളൊക്കെ കേരളത്തിൽ എത്രയോ വലിയ 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 ആർട്ടിസ്റ്റിന്റെ വീടൊക്കെ കണ്ടിട്ട് വന്നാൽ ഇത് ഒന്നുമില്ല, ഒരു കുടിലാണ് വാസ്തവത്തിൽ, ഒന്നുമില്ല ഇത് കുടിലെന്ന്. ഓണത്തിന് കേരളത്തിലേക്ക് വരുന്നില്ല? ഓണത്തിന് വരുന്നുണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓണത്തിന് വേണ്ടിയല്ല, ഒരു ഫംഗ്ഷന് വേണ്ടി വരുന്നു. ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, കേരളത്തിലുള്ള എല്ലാരും കൂടെ ചെന്നൈയിൽ വന്നു ഓണം. ശീലാമ്മ ഇപ്പൊ വിചാരിക്കും ഇവിടെ എന്നെ സ്വസ്ഥമായിട്ട് വിടത്തില്ലേ. ഓണം എന്ന് കേൾക്കുമ്പോ ശീലാമ്മയുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താ? ഓണം എന്ന് കേൾക്കുമ്പോ ഓണം വരുമ്പോ അങ്ങനെ ഒന്നും പ്രത്യേകതയായിട്ടൊന്നുമില്ല. നല്ല വസ്ത്രങ്ങളൊക്കെ ഇടും, നല്ല ഫുഡൊക്കെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഓണം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും വലിയൊരു പ്രത്യേകത ഒന്നുമില്ല. പണ്ട് ഒക്കെ ഓണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മിക്കപ്പോഴും ശീലാമ്മ സെറ്റിലാകാനാണ്. എത്ര ഓണം സെറ്റിൽ ആഘോഷമാണോ? എനിക്ക് ഓർമ്മയില്ല, കൊറേ ഓണങ്ങള് നമ്മൾ എഴുതി വെക്കും, ഇത്ര ഓണം ഇത്ര ഓണം ഇത്ര ഓണം എന്ന്. കൊറേ ഓണങ്ങള് സെറ്റിൽ വെച്ച് തന്നെ നടന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ പണ്ട് കാലത്തുള്ളവരോടൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോ പറയും പണ്ടത്തെ ഓണായിരുന്നു അടിപൊളി. ഇപ്പത്തെ എന്താ നിങ്ങളൊന്നും അറിഞ്ഞില്ല? പണ്ടത്തെ ഓണത്തേക്കാൾ ഇപ്പോഴായിരിക്കും തോന്നുന്നു ഇപ്പോഴും കൂടെ നല്ലതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, ആദ്യമായിട്ട് ഒരാള് പറഞ്ഞു, ഞങ്ങളോട് എല്ലാരും പറഞ്ഞു പണ്ടത്തെയാണ് നല്ലത്, ഇപ്പത്തെ എന്തോ ഓണം നിങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ ഓണം ഇപ്പൊ ഉള്ള യു ജനറേഷൻ അവരൊക്കെ അവര് മാതിരി അവര് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, ശീലാമ്മ ഇത്രയും മലയാളികൾ സ്നേഹിക്കുന്നു, ഇത്രയും എല്ലാം ഉണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് ചെന്നൈ സെറ്റിൽഡ് ആകാൻ തീരുമാനിച്ചത്? പണ്ട് ഞങ്ങളുടെ ഷൂട്ടിങ്ങുകളെല്ലാം തമിഴ്, തെലുങ്ക്, കന്നഡം എല്ലാ ഷൂട്ടിങ്ങുകളും ചെന്നൈയിലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്ന എല്ലാ പ്രതിഫലങ്ങളും ഞങ്ങൾ ഇവിടെ നിലങ്ങളായിട്ടും കുറെ വീടുകളായിട്ടും മേടിച്ചിട്ടു. പിന്നെ ഞങ്ങളുടെ വേരുകൾ ഉറച്ചുപോയി ഇവിടെ, മനസ്സിലായോ? അതായത് സ്ഥലത്ത് ആണുങ്ങളൊക്കെ പ്രേംനസീർ സാറും സത്യൻ സാറും എല്ലാരും ഇവിടെ ഒന്നും വീട് വെച്ചിട്ടില്ലെന്നൊന്നും. അപ്പോഴും അവരവിടെയാ പോയി, അവരുടെ ഫാമിലിയൊക്കെ അവിടെയായിരുന്നു. അവിടെ പോയി അവര് വീടൊക്കെ വെച്ചിട്ട് അവരങ്ങനെയായി. അതെ, കേരളത്തില് ശീലാമ്മയ്ക്ക് വീടുണ്ടോ? കേരളത്തിലില്ല, എല്ലാം ഇങ്ങോട്ടേക്കാണ്. എല്ലാം ഇങ്ങോട്ടാണ്, എല്ലാ വീടുകളും നിലങ്ങളും എല്ലാം. ഒരെണ്ണെങ്കിലും മേടിച്ചിടായിരുന്നു കേരളം. നിങ്ങളൊന്ന് മേടിച്ചു താന്നേ. ഒരു സെന്റിലേക്ക് അര സെന്റിലെങ്കിലും ആരെങ്കിലും മേടിച്ചു. വീടിയുടെ വീട് മൊത്തം ഒരു കൊട്ടാരം പോലെയാണ്. അതൊക്കെ ചോദിക്കുക ഞങ്ങള് മേടിച്ചു തരാനോ? ഓക്കെ, ഇതിപ്പോ ഇവിടെ വന്നിട്ട് അമ്മ വന്നിട്ട് 12 കൊല്ലം ഈ വീട്ടിലേക്ക് വന്നു. ഇതിന്റെ അടുത്ത വീട് വരണ്ടുണ്ട്, അത് വന്ന് ഒരു 10-50 കൊല്ലങ്ങളായി, 45 കൊല്ലങ്ങളായി. ഇതിന്റെ തൊട്ട് അത് റെന്റ് ഔട്ട്. അത് റെന്റ് ഔട്ടോ, ഇതിപ്പോ പുതിയതായിട്ട്. പിന്നെ എവിടെയുള്ള വീട്? അതൊക്കെ കുറെ അവിടെ ആയിട്ട് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ശീലാമ്മ വിചാരിക്കാം എന്റെ വീടിന്റെ കണക്കെടുക്കാൻ വേണ്ടിയാണോ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നേന്ന്. ഇപ്പം ഇവിടെ എല്ലാം സെറ്റിൽഡാണ്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് തോന്നിയിട്ടില്ല ഇങ്ങനെ കേരളത്തിൽ? ഇപ്പൊ ഞാൻ ചോദിച്ചത്, ഞാൻ തമാശക്ക് ചോദിച്ചെങ്കിലും മലയാളക്കാരെ എല്ലാരും സ്നേഹിക്കുന്ന ഒരു മഹാനടിയാണ് ശീലാമ്മ. കേരളത്തിൽ വന്ന് അങ്ങനെ താമസിക്കാനോ അല്ലെങ്കിൽ ഒരു വീട് മേടിക്കാനോ അല്ല വീട് വെക്കാനോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല? അതെന്താ ഇതുവരെയ്ക്ക് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. കാരണം ഇവിടെ കംഫർട്ടബിൾ ആയിട്ടുണ്ട്. ഞാൻ ദിവസം വാക്കിങ്ങിന് പോവും, കടയ്ക്ക് പോവും, എവിടെ പോയാലും എനിക്ക് ആർക്കും എന്നെ അറിയില്ല. അപ്പൊ ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അവർക്കൊക്കെ എന്താ അറിയോ, ഒരു സ്വർണ്ണ കൂണ്ടിൽ അടച്ചു വെച്ചിരിക്കുന്നവരാണ് അവരൊക്കെ. ഇപ്പൊ അവിടെയുള്ള നടികളൊക്കെ, ഇപ്പൊ അവിടെ വലിയ വലിയ നടികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ റോഡിൽ ഇറങ്ങി നടക്കാനൊക്കോ? നടക്കാനൊക്കത്തില്ല. പക്ഷെ ഐ എം ഫ്രീയാ.
ഓക്കെ ഓക്കെ. ആ ഒരു ഫ്രീഡം അനുഭവിക്കാൻ ഫ്രീഡം മനുഷ്യർക്ക് വേണ്ടിയാണ്. ഏറ്റവും ലോകത്ത് വേണ്ടത് ഫ്രീഡമാണ്. അതെ അതെ അതെ, നമ്മളൊരു സ്ഥലത്ത് പോകാൻ പാടില്ല, അവിടെ ഇരിക്കാൻ പാടില്ല, ഇവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കഷ്ടം ലോകത്ത് വേറെ വേറെ ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. ഓക്കെ. എപ്പോഴും ശീലമ്മ ഭയങ്കര പ്രസന്റബിൾ ആയിട്ടാണ് ഒരുങ്ങി. എനിക്ക് ആ കാര്യത്തില് ശീലമ്മയോട് ഭയങ്കര അസൂയാണ്. എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു ഒരുങ്ങിയിരിക്കുക, ഏത് പെണ്ണാ ഒരുങ്ങാത്തത്? ഇപ്പൊ നിങ്ങൾ ഒരുങ്ങിയിട്ടില്ല, എന്തെല്ലാം ഡ്രസ്സൊക്കെ ഇട്ട് സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് ഇതൊക്കെ ഇട്ടോണ്ടിരിക്കുന്നില്ലേ? എല്ലാ പെണ്ണുങ്ങളാണെങ്കിലും ഒരുങ്ങും, അവരൊരു കുറിയെങ്കിലും തുടങ്ങും. പൊട്ട് വെക്കുന്നതിനാ, അത് ഒരുങ്ങാനാണ്. അതെ. ആ ഏതെത്ര പ്രായായാലും ശരി, അവർക്ക് നല്ല കാണാനായിട്ട് വലിയ ഗ്ലാമർ അല്ല, കാണാൻ നല്ല ഒരു ഐശ്വര്യമായിട്ടുണ്ടാവണം. എനിക്ക് അത്രേ ഉള്ളൂ, ഞാൻ ഐശ്വര്യമായിട്ടുണ്ടായോ. അതെ അതെ. അല്ല, അമ്മയെ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം അതാണ്. ഭയങ്കര പ്രസന്റബിൾ ആയിരിക്കും. ഏതൊരു ഫംഗ്ഷൻ എടുത്ത് നോക്കിക്കോട്ടെ, അമ്മ അതിന് കൊടുക്കുന്ന ഒരു ടൈം ഇൻവെസ്റ്റ്മെന്റ്, ആ ഒരു അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അതിപ്പോ ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ അമ്മക്ക് എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം, അല്ലെ? അല്ലെങ്കിൽ ഇത്രയും എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എടുത്തോളാം. പക്ഷെ എപ്പോഴും ശീലാമ്മേനെ കാണുമ്പോ തന്നെ ഭയങ്കര ഐശ്വര്യവും ഭയങ്കര പ്രസന്റബിൾ ആണ്. ഇത് കുറെ പേര് അസൂയക്കാരുണ്ടെന്ന് ഞാൻ കേട്ടല്ലോ ശീല. അയ്യോ, എനിക്ക് എന്നോട് ആർക്കും അസൂയയില്ല. ഞാൻ ആരോടും ഇതായിരിക്കും, ഞാൻ അസൂയപ്പെട്ടിട്ട് ആർക്കും എന്നോട് അസൂയയില്ല. എന്റെ കൂടെ അഭിനയിക്കുന്ന എല്ലാ നടിമാർക്കും എന്നെ വലിയ ഇഷ്ടമാണ്. ആർക്കും എന്നോട് അസൂയ, എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹമാണ്. അതെ അതെ, അത് ഞങ്ങൾക്ക് സ്നേഹമാണ്. അതുകൊണ്ടാണല്ലോ അങ്ങ് കേരളത്തിൽ ഇങ്ങോട്ടേക്ക് വന്നത്. ഞങ്ങള് അങ്ങനെ തോന്നിയിട്ടില്ല. സൗന്ദര്യത്തിന്റെ പേരില് അസൂയ നമുക്ക് അറിയാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ ആർക്കും സൗന്ദര്യം ആർക്കാ സൗന്ദര്യം ഇല്ലാത്തത്? ഇപ്പോ എല്ലാരും നല്ല, അതും വരുന്ന പുതിയ കുട്ടികളൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ. പണ്ടൊക്കെ വലിയ വലിയ വീടുകളിൽ നിന്നൊന്നും വരില്ലായിരുന്നു അഭിനയിക്കാനൊക്കെ. ഇപ്പൊക്കെ നല്ല നല്ല ഫാമിലി എന്നൊക്കെ വരുന്ന കാരണം അവരൊക്കെ കാണാനൊക്കെ എന്ത് ഭംഗിയാ. അവരൊക്കെ ഞാൻ തന്നെ ഭംഗി മാത്രമല്ല, എന്ത് നല്ല അഭിനയാണ്. ഫസ്റ്റ് മൂവിയാ നമ്മൾ പറയത്തേ ഇല്ല, അത്ര നല്ല അഭിനയിക്കുന്നു, നല്ല കാണാനും ഭംഗിയുണ്ട്. പിന്നെ അന്നത്തെ കാലത്ത് ഇല്ലാത്ത മേക്കപ്പ് സാധനങ്ങൾ ഇന്ന് എന്തൊക്കെയാണ് ഉള്ളത്, എന്തെല്ലാം സാധനങ്ങളാണ് ഉള്ളത്. അന്ന് ഒരു തേപ്പ് തേത്തിച്ച് കൊണ്ട് ഞങ്ങളെ അഭിനയിക്കും, അത്രേ ഉള്ളു. അന്നൊക്കെ മേക്കപ്പിനൊക്കെ വലിയ വാല്യൂ ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ മാം, ഏത് മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യണേ? അങ്ങനെയൊന്നും പ്രത്യേകതയൊന്നുമില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ ഭയങ്കര കൺസേൺ അങ്ങനെ ഒന്നും നോക്കത്തില്ല. അങ്ങനെ സ്യൂട്ടബിൾ ആണെങ്കിൽ ഇടും. മാമിന്റെ കാലഘട്ടത്തില് മാമിന്റെ ഒപ്പം അഭിനയിച്ചവര് ആ സമയത്ത് മാമിനെ പോലെ തന്നെ ഇൻകം ഏൺ ചെയ്യുന്നവരാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവരൊക്കെ കുറച്ച് ലോ ലെവലിലേക്ക് പോയി. അങ്ങനെ എങ്ങനെ അറിയാം ലോ ലെവലാണെന്ന്? നിങ്ങൾക്കറിയാമോ അവരുടെ ബാങ്കിൽ എന്താണ് ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന്, അവർ എത്ര ആഭരണങ്ങളാ വെച്ചിരിക്കുന്നത്, എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? എല്ലാവരും എന്നേക്കാൾ വലിയ വലിയ ലെവലിലാണ് ഉള്ളത്. സത്യത്തിൽ പറയാൻ പോയി ഞാനാണ് ഏറ്റവും ലോ ലെവലുള്ളത്. അതെ, എല്ലാവരും നല്ല ലെവലിലാണ് ഇവിടെ. എൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാരെല്ലായാലും ശരി, ശാരദ ആയാലും ജയഭാരതി ആയാലും KR വിജയ ആയാലും ശരി, എല്ലാവരും വലിയ വലിയ ലെവലിലാണ് ഉള്ളത്. അതെ, അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്നുമില്ല കേട്ടോ, ഒരു സാധാരണ സാധാരണ അങ്ങ് പോയി. അയ്യോ, ഇനി എല്ലാരും കൂടെ കയറിക്കരുത്. ഞാൻ അങ്ങനെ നമ്മളിപ്പോ ഒരുപാട് പേരുടെ പണ്ടത്തെ ആക്ടേഴ്സിന്റെ ഒക്കെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ചിലവർ ദുഃഖങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് പേഴ്സണലി നമ്മുടെ ഇന്റർവ്യൂല്, അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാക്കിയായിരുന്നു പല എല്ലാം നഷ്ടപ്പെട്ടു പോയിന്ന് ആ ഒരു ഷെയറിങ് നമ്മളോട് ചെയ്ത് നമുക്കറിയാം. പക്ഷെ അതല്ല, എല്ലാം പക്ക പ്ലാൻഡ് ആയിട്ടാണ് മാമിന്റെ ലൈഫ് പോയേക്കുന്നത്. അങ്ങനെയൊന്നും അല്ല, എനിക്കും ഭയങ്കര ദുഃഖമുണ്ട്. എന്ത് ദുഃഖാന്നറിയോ? ഇപ്പൊ ഒരു 5-6 കൊല്ലത്തിന് മുമ്പ് എന്റെ വീട്ടിൽ നിന്ന് 48 ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ കാണാതായി പോയി. 48 ലക്ഷം രൂപയുടെ ആഭരണങ്ങളാണ്. ഇത് മറ്റേ ഈ ബെഡ്റൂമിൽ തന്നെ, ഈ വീട്ടിൽ വെച്ച്. അന്ന് ആ സമയത്ത് എനിക്ക് 5 ജോലിക്കാരികളുണ്ടായിരുന്നു. എൻ്റെ ബെഡൊക്കെ ഇടാൻ ഒരുത്തി വരും, എനിക്ക് കോഫി ഇടാനായിട്ട് ഒരുത്തി വന്ന് കോഫി കൊടുക്കും, പിന്നെ എന്തെങ്കിലും ആരെങ്കിലും വന്നാന്ന് വരും, പിന്നെ എൻ്റെ ലെറ്റർസിന് വന്നാൽ കൂടെ 5 പേരുണ്ടായിരുന്നു. ഞാൻ ആരെ പറയാനാ? ആരെ എടുത്തുന്ന് എനിക്ക് എങ്ങനെ അറിയാം? എന്ത് പാടുപെട്ടാണ് ഞാൻ 48 ലക്ഷം ഉണ്ടാക്കിയെന്നറിയോ? ഇന്നത്തെ കാലം പോലെയൊക്കെ ഒരു പടത്തിൽ അഭിനയിച്ച 1 കോടി 2 കോടി എന്നൊക്കെ പറയുന്ന പോലെയല്ല. അന്ന് ഞങ്ങൾക്കൊക്കെ ആയിരങ്ങളാണ്. അങ്ങനെ ഉണ്ടാക്കിയ ആഭരണങ്ങൾ. ഞാൻ എപ്പോഴും എല്ലാ ആഭരണങ്ങളും ഞാൻ ലോക്കറിലേ വെക്കത്തുള്ളൂ. അതൊരു കല്യാണ സീസൺ ആയതുകൊണ്ട് ഞാൻ പല കല്യാണങ്ങൾക്ക് പോകേണ്ടി വന്നു. ഈ ആഭരണം ഇട്ടുകൊണ്ട് അടുത്ത കല്യാണത്തിന് പോകാനൊക്കെ ഇല്ലല്ലോ, അപ്പൊ വേറെ ആഭരണം ഉണ്ടല്ലോ. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നതായത്. അപ്പൊ ഇവർ 5 പേരും വന്നു. എന്നിട്ട് ഞങ്ങൾ പോലീസ് കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് വന്ന് എല്ലാ റൂമുകളൊക്കെ നോക്കിയൊക്കെ നോക്കുമ്പോഴാണ് അറിയുന്നത്
എൻ്റെ ബെഡ്റൂമിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഡ്രസ്സിങ് റൂമുണ്ട്, എൻ്റെ മേക്കപ്പ് റൂമുണ്ട്. അതിന് പുറത്തു വരാനായിട്ടതാ അവിടെ ഒരു വാതിൽ കണ്ടില്ല, പുറത്തു വരാൻ അന്ന് എപ്പോൾ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. പോലീസ് വന്നു കിടക്കെ ഇങ്ങനെ നോക്കുമ്പോഴാണ് പറയുന്നത് അതിൻ്റെ താഴൊക്കെ തുറന്നു വെച്ചിരിക്കും. ഇവിടെ അടിച്ചു വരുമ്പോൾ അവർ തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ പുറത്ത് പോകുമ്പോൾ അവർ അത് തുറന്നിട്ട് പുറകെ കൂടെ വന്ന് എടുത്തോണ്ട് പോയി. ആരാന്നറിയില്ല. ഈ 5 പേരെയും പോലീസുകാർ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദിച്ച് ഇങ്ങനെ ഏത് രീതിയിൽ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അതിൽ ഒരാളല്ലേ എടുക്കും, ബാക്കി 4 പേരും നിരപരാധികളല്ലേ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ദയവായിട്ട് വിട്ടേക്ക്, ഇനി പോയാലും പോട്ടെ, ഇവരൊക്കെ എൻ്റെ കൂടെ കുറേ കാലം ജോലി ചെയ്യുന്നവരാണ്, ഒരാളെ ഏതോ തെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. സങ്കടം വെച്ചാൽ എനിക്ക് ഇതുപോലെ ഒരുപാട് ലാൻഡൊക്കെ പോയിട്ടുണ്ട്. ലാൻഡില്ലേ ഞാൻ മേടിച്ചു വെച്ച ലാൻഡ് തന്നെ ഞാൻ ഭയങ്കര ബിസി ആയിക്കൊണ്ടെന്നൊക്കെ. ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് ആണുകളായിട്ട് ആരും എല്ലാ സിസ്റ്റേഴ്സാണ് എനിക്ക്. അപ്പോൾ അത് നോക്കാൻ ആളില്ലാതെ അങ്ങനെ കോടിക്കണക്കിന് എൻ്റെ ലാൻഡുകളൊക്കെ വേറെ ആൾക്കാർ അതെടുത്ത് തിരിച്ച് വേറെ ആർക്കോ വിറ്റിട്ടുണ്ട്. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഷീലാമ്മയ്ക്ക് തന്നെ എന്നോട് വേറെ ഒരാൾ പറഞ്ഞു കേട്ടത് ഷീലാമ്മ കുറേ സ്ഥലങ്ങൾ എവിടേക്കോ മേടിച്ചിട്ടിട്ടുണ്ട്, പക്ഷെ ഷീലാമ്മയ്ക്ക് ഓർമ്മയില്ല. അല്ലാതെ ഓർമ്മയില്ല എന്നല്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോഴാണ് പോയി ഇപ്പൊ ഈ അഭിനയൊക്കെ നിർത്തിയൊക്കെ പോയി നോക്കുമ്പോൾ അവിടെയൊക്കെ വേറെ ആരാരോ വീട് കെട്ടിയിരിക്കുന്നു. അത് നമുക്കറിയില്ല ഏത് ലാൻഡാണ് എവിടെയാണ് എൻ്റെ ലാൻഡ് എന്ന് എനിക്കറിയില്ല. എന്നൊക്കെ കോടിയാ ആ ലാൻഡൊക്കെ. ഒരു സെന്റ് എന്ന് പറഞ്ഞാൽ 2 കോടിയൊക്കെയാണ് ഒരു സെന്റ്. അങ്ങനത്തെ സ്ഥലങ്ങളാണ്. അങ്ങനൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ കൊണ്ടുവന്നത്? ഞാൻ ഓർക്കും നമ്മളൊന്നും കൊണ്ടുവന്നില്ലല്ലോ. ഒരു ഏരിയക്കാരൻ്റെ ഒരു സ്റ്റേഷൻ മാസ്റ്ററുടെ മകളായിട്ട് ജനിച്ചു. ഇത്ര ഈ നിലയിൽ നിൽക്കുന്നതന്നെ വലിയ കാര്യമല്ലേ. എന്നാലും നമ്മൾ ഉണ്ടാക്കിയതൊക്കെ ഇങ്ങനെ പോയി എന്ന് പറയാൻ ഓർക്കുമ്പോൾ ഒരു മനസ്സിനൊരു വിഷമമുണ്ട്. ഇല്ലെന്ന് പറയുന്നില്ല. അതെ, കാരണം ഇപ്പത്തെ പോലത്തെ ഒരു സാഹചര്യം ആയിരുന്നില്ലല്ലോ. ഷീലാമ്മയൊക്കെ തുടങ്ങിയ സമയത്ത് നിങ്ങൾ ഫുൾ ടൈം, ഇപ്പോഴാണല്ലോ കാരവാനായി ഒരു പടത്തിന് പോയി അഭിനയിച്ച് 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം കോൾ ഷീറ്റ് കൊടുത്ത് ഒരു പടം തീർന്നു. അന്ന് അങ്ങനെയല്ല. 7 to 1, 10 to 2 രാത്രിയെല്ലാം വർക്ക് ചെയ്യണം. ഒരുപാട് കഷ്ടപ്പെട്ട ഞങ്ങൾ കാശുണ്ടാക്കിയത്. വെറും സാധാരണമായിട്ടല്ല കാശുണ്ടാക്കിയത്. പോയി കിട്ടിയില്ല. അത് FIR ചെയ്തു, പോലീസുകാർ വന്നു. പിന്നെ എപ്പോ നോക്കിയാലും പോലീസൊക്കെ ഇവിടെയൊക്കെ എങ്കിലും ഇരിപ്പുണ്ടാവും. ഞാൻ പറഞ്ഞു പോട്ടെ, എന്തായാലും പോട്ടെ. അവർ ഒരുപാട് ശ്രമിച്ചു കേട്ടോ. അന്നത്തെ IG ആയിരുന്ന ജോർജ് എന്ന് പറഞ്ഞൊരു ആളാണ് IG അവരൊക്കെ ഒരുപാട് ശ്രമിച്ചു. ഒന്നും കിട്ടിയില്ല. ഒരു 1/2 പവൻ പോലും തിരിച്ചു കിട്ടിയില്ല. അത് ഇപ്പൊ സ്വർണത്തിന് അത് വില ഭയങ്കര കൂടുതലല്ലേ. 48 ലക്ഷം രൂപയുടെ സ്വർണം എന്ന് പറയുമ്പോ ഇന്ന് ഇരട്ടിയുടെ ഇന്നത്തെ വില ഒന്ന് ആലോചിച്ചു. അത് ഒരു 6 കൊല്ലത്തോളം ആയി. അതെ, ഇന്ന് ഇരട്ടിയുടെ വില. അത് ഭയങ്കര ഒരു ദുഃഖമായി പോയി. ദുഃഖം തന്നെ. കേൾക്കുമ്പോ ഞങ്ങൾക്കും ഭയങ്കര നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നത് പോകുമ്പോ നമുക്ക് ഭയങ്കര സങ്കടമാണ്. അതാണ് ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നൊരു മനസ്സിലൊരു അതൊക്കെ ഉണ്ടാവല്ലോ. ഇല്ലെന്ന് പറയാനൊക്കില്ല. അത് തന്നെയാണ് വേദന എന്ന് പറഞ്ഞാൽ അതും അല്ല. ഒരു പകുതിയായില്ലോ നമുക്ക്. എനിക്കൊക്കെ, നിങ്ങളൊക്കെ കൊച്ചു പിള്ളേര് പകുതിയായി. ഇതാണ് ശരി, പോയാ പോട്ടെ, ദൈവം എത്രയോ വിധിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കും. ഇപ്പൊ എന്റെ അമ്മയൊക്കെ മരിച്ചു, അതിനേക്കാളാണോ ഈ വലിയ ആപന്നങ്ങളൊക്കെ? ആലോചിച്ചു നോക്കല്ല, പോട്ടെ. ഇവിടെ ഇപ്പൊ ഷീലാമ്മ മോനും ഭാര്യയും മക്കളും എല്ലാരും ആയിട്ട് ഒരുമിച്ചാണ്. അതെ, മോനും മോന്റെ ഭാര്യ 2 കൊച്ചുമക്കള് ഞങ്ങളൊക്കെ ഒരുമിച്ചായിട്ട്. അവര് മലയാള സ്കൂളിൽ ഷീലാമ്മ പറഞ്ഞു കൊച്ചു. അതെ, ഇവിടെ ചെന്നൈയിൽ ഒരു മലയാളി സ്കൂളുള്ളൂ. അതായത് ആശാൻ മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ട്. അതൊന്ന് CBSE ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര നിർബന്ധമാണ് CBSE സ്കൂളിൽ തന്നെ പഠിക്കണം, മലയാളി സ്കൂളിൽ പഠിക്കണം. അങ്ങനെയാണ്. നല്ല വലിയ സ്കൂളാണത്. ആ സ്കൂളിലാണ് പഠിച്ചത്. അവരിപ്പോ ഒരെണ്ണം കോളേജിലേക്ക് പോകാൻ പോകുന്നു. അപ്പൊ എല്ലാരായിട്ട് ഫുള്ളി ലൈവ്ലി ആയിട്ട് ഇങ്ങനെ നിൽക്കുവായിരിക്കും. എൻജോയിങ് മൈ ലൈഫ് ഇപ്പോഴാണ്. അതെ, സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ. ഷീലാമ്മക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഷീലാമ്മ നല്ല സ്റ്റാർ ആയിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു നിക്കണ സമയത്ത് ആരെങ്കിലും ഒതുക്കാൻ ശ്രമിക്കുന്ന പോലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആരും ചെയ്യില്ല. അങ്ങനെ ആരും ഒരിക്കലും ആരും ചെയ്യത്തില്ല. ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ ആരും ഒതുക്കാനൊന്നും നോക്കത്തില്ല. ആണുങ്ങളുടെ സൈഡിൽ എനിക്കറിയില്ല. പെണ്ണുങ്ങളുടെ സൈഡിലൊക്കെ ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര
ഫ്രണ്ട്ലിയാണ്. ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാം പെരുമാറിയത്. ഒരു സിസ്റ്റേഴ്സിനെ പോലെയാണ് ഞങ്ങൾ പെരുമാറിയത്. അമ്മയെ പോലെ, സിസ്റ്റേഴ്സിനെ പോലെ, മക്കളെ പോലെയാണ് പെരുമാറിയത്. ആരും എന്നെ ഒതുക്കാൻ നോക്കിയിട്ടില്ല. ഇല്ല. ഓക്കെ.